ഇതെന്ത് വേഷോ? നീ പുലിക്കളിക്ക് വല്ലതും പോവാണോ? വൃത്തിയായി ഡ്രസ് ചെയ്ത് നടക്കാൻ പഠിച്ചില്ലേ ഇനിയും? സുധാകരനാണോ ഇതിനൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നത്? ഇപ്പോഴത്തെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇത്രയും ഗോഷ്ഠി വേഷങ്ങളുമായി എന്റെ മുമ്പിൽ വരരുതെന്ന്? സംഗീത കോളേജ് പഠിക്കാൻ പോകുമ്പോ ഇങ്ങനെയൊക്കെയാണ് വേഷം കെട്ടി പോകുന്നത്. പഠിക്കുന്ന വിദ്യയോട് ഒരു ബഹുമാനം വേണ്ടേ? വേഷം മാറി പോയിക്കോ. പ്രിൻസിപ്പൽ രാമനാഥനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ആർട്സ് ആൻഡ് സയൻസിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ എടുത്തത്. കമ്പ്യൂട്ടറോ? എന്താ സംഗീതം വെറുത്തോ നിങ്ങൾക്ക്? ഈ കുടുംബം മുഴുവൻ സംഗീതം ഉപാസിക്കുന്നവരാണെന്ന് മറന്നോ? പിന്നെ അതാണ് അവൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ. അവൾക്ക് നാളെ തുണി കൊടുക്കാതെ നടക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ സമ്മതിക്കോ നിങ്ങള്? ഓ ഓപ്പയോട് ഞാൻ എല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരുന്നാണല്ലോ. ഓപ്പയോടെ ഓപ്പേ അതാ വിളിച്ചു. രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ വിളി. ആരാ എന്താ കുറ്റം ചെയ്തത് ആവോ? എല്ലാ കുറ്റങ്ങളും വജ്രായുധം പോലെ എന്റെ നിരക്കാണല്ലോ വരണത്. എവിടെ നോക്കിയാലും എന്ത് കാര്യത്തിനും ഞാൻ വേണം. എത്തിപ്പോയി. എത്തി എത്തി. എന്താ എന്താ ഓപ്പ ഇത്? അക്കൗണ്ട്സ് ഫയൽ. അയ്യോ അതല്ല. അയ്യോ മറന്നു. വിളി കേട്ട് പരിഭ്രമിച്ച് ഓടി വരുന്നതിനിടയില് ഇടാൻ മറന്നു. ഞാൻ പാന്റ് ഇട്ടിട്ട് വരാം. ഇവിടെ തരിക. ഒരു മറവ് പറ്റിപ്പോയി സഹോദരൻ. ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലോ ഈ മറവി. ആട്ടെ, രമയുടെ കാര്യം ഞാൻ ഓപ്പയോട് പറഞ്ഞു. ആ സംഗീത കോളേജിന്റെ കാര്യം പണവും തന്നെ ഏൽപ്പിച്ചല്ലേ? പിന്നെന്താ ഒരു കമ്പ്യൂട്ടർ? ആദ്യം മാനേജർ അടിയോടിയുടെ അടുത്ത് ഏൽപ്പിച്ചിരുന്നാണല്ലോ. ഓപ്പയോട് പറഞ്ഞാൽ ഓപ്പയല്ലേ അക്കാര്യം ചെയ്യേണ്ടത്, അല്ലാതെ അടിയോടിയാണോ? എവിടെയായാല്? അടിയോടി ചതിച്ചോ അതോ ചതിയോടി അടിച്ചോ ചോദിച്ചിട്ടെന്നെ കാര്യം. അടിയോടി 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 എന്തോ ബെസ്റ്റ്. കിഴക്കും പടിഞ്ഞാറും ഒന്നിക്കുന്ന വേഷം. പണ്ട് കാലത്ത് പള്ളിക്കൂടെ മുൻഷിമാരിങ്ങനെ ആയിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. കോട്ടില്ലേ? കോട്ടിന്റെയും ചീലയുടെയും കാര്യം പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് വരവിന്റെ സ്പീഡ് കണ്ടപ്പോഴേ മനസ്സിലായി. എന്താ കാര്യം? മാനേജറെ കാണാത്തോണ്ട് സുഭദ്ര അവിടെ കിടന്ന് ചാടുന്നു. ആ ചാട്ടമൊക്കെ എന്നും ഇവിടെ പതിവുള്ളതല്ലേ? അവരുടെ സംഗീതത്തിനുള്ള ആന്റിബയോട്ടിക്സ്. അത് മുടങ്ങാതെ 4 നേരം ചാടണം. രോഗം കലശലല്ലേ? ഇതൊക്കെ നേരിട്ട് പറയാൻ പാടില്ലായിരുന്നോ? വയറ്റിപ്പഴപ്പായി പോയി. ഓപ്പേ അതിങ്ങോട്ട് എടുത്തേ. എന്താ അതങ്ങോട്ട് എടുത്തിടുക. ഒരു കാര്യം പറഞ്ഞ കൃത്യമായിട്ട് ചെയ്യുകയില്ല. ചെയ്തോണ്ടിരിക്കല്ലേ? ഇപ്പൊ ഇതിനെനിക്ക് കിട്ടിയതേ ഉള്ളൂ. കളിയൊക്കെ അവിടെ, കാര്യം ഇവിടെ. ഇത് സംഗീത കുടുംബം, സംതൃപ്ത കുടുംബം. എന്നിട്ടാണോ രമയ്ക്ക് സംഗീത കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് മറ്റെന്തിനോ മേടിച്ചു കൊടുത്ത്? ഏത് രമ? ഏത് രമയൊന്നോ? രമ അറിയില്ലേ? സുധാകരന്റെ രമ. ഓ ആ രമ. 10-25 തലങ്ങും വിലങ്ങും ഇവിടെ കൂടെ തുള്ളിക്കൊണ്ട് നടക്കുമ്പോ ഏതാ രമ, ഏതാ രമ്യ, ഏതാ പുഷ്പ എന്നൊക്കെ എങ്ങനെ അറിയാനാ? അല്ലെങ്കിലും തനിക്ക് ഒന്നെന്ന് പറഞ്ഞ 4. ചോദിച്ച അതല്ല, രമയ്ക്ക് എന്തിനാ മറ്റെന്തിനോ അഡ്മിഷൻ മേടിച്ചു കൊടുത്ത്? മറ്റെന്തിനോ അല്ല, കമ്പ്യൂട്ടർ സ്റ്റഡീസ്, മോസ്റ്റ് അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ. അതിനാ സുഭദ്ര അവിടെ കിടന്ന് ചാടുന്നു. കമ്പ്യൂട്ടറിലെ ചാട്ടോ ആയമ്മയ്ക്ക് അറിയോ? ഓപ്പേ സുഭദ്രാമ്മ അതും ഇതൊക്കെ പറയും. അക്യൂട്ട് മ്യൂസിക്കൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം അവർക്ക്. എവിടെ നോക്കിയാലും സംഗീതം. കുട്ടികളുടെ ഭാവിയല്ലേ നമ്മൾ നോക്കേണ്ടത്? ആ കുട്ടിക്ക് അതാ ഇഷ്ടം. ഒരാളെങ്കിലും ഇവിടത്തെ ആട്ടത്തിന്നും പാട്ടിന്നും ഒന്ന് രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചപ്പോ അത് താനാണോ നിശ്ചയിക്കുന്നത്? ഞാനല്ല നിശ്ചയിച്ചത്. ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും തന്നെയാ. ഒരു കാര്യം ഞാൻ പറയാം, സൂക്ഷിച്ചില്ലെങ്കിൽ സുഭദ്രാമ്മയുടെ പാട്ടിനനുസരിച്ച് നമ്മൾ ഈ വലിയ ബംഗ്ലാവിനകത്ത് കിടന്ന് തുള്ളേണ്ടി വരും. കേട്ടോ ഓപ്പേ? കേട്ടോ? വിജയ്, ഉപദേശിക്കാനുള്ള അർഹതയോ പക്വതയൊന്നും എനിക്കില്ലെന്ന് തർക്കുത്തരം പറയാൻ കഴിയും വിജയന്. ഏട്ടന്റെ സ്ഥാനമുണ്ടല്ലോ. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അർത്ഥം ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണ്, പ്രേമമാണ്, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഇതൊക്കെയല്ലേ? സ്വന്തം ഓപ്പയുടെ മകനാണെങ്കിലും വിജയന് തോന്നുന്നുണ്ടോ അമ്മയെ ബന്ധത്തിന് സമ്മതിക്കുമെന്ന്? സുഭദ്ര ചിറ്റയ്ക്ക് എന്നോട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ. ഇഷ്ടക്കേടുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്, ഈ വിവാഹ ബന്ധത്തിന് സമ്മതിക്കുമെന്നാണ്. വിജയൻ അറിയാലോ, നമ്മളൊക്കെ അമ്മയുടെ തണലിലാണ്. അമ്മയുടെ വാക്കിനെതിരായി നമുക്കൊന്നും പറയാനോ ചെയ്യാനോ കഴിയില്ല. അതിന് അധികാരവും ഇല്ല. അമ്മ പറയുന്ന അനുസരിക്കുക മാത്രമാണ് നമ്മുടെ കടമ. അങ്ങനെയല്ലേ നമ്മളൊക്കെ ഈ വീട്ടിൽ ഒന്നിച്ചു കഴിഞ്ഞത്? അതൊക്കെ ശരിയാണ്. എന്നാലും പറഞ്ഞാൽ മനസ്സിലാവില്ല ചിറ്റയ്ക്ക്. പറഞ്ഞാൽ മനസ്സിലാവാത്ത വിധിയൊന്നല്ല അമ്മ. പക്ഷേ ഞങ്ങൾ രണ്ടുപേരെ കുറിച്ച് അമ്മയ്ക്ക് ചില നിശ്ചയങ്ങളുണ്ട്, കണക്കൂട്ടലുകളുണ്ട്, സ്വപ്നങ്ങളും ഉണ്ട്. അത് തെറ്റിക്കരുത്. ഉപദേശമായിട്ടെടുക്കാം, സൂചനയായിട്ടെടുക്കാം, അതും അല്ലെങ്കിൽ മുന്നറിയിപ്പായിട്ടും എടുക്കാം. അമ്മയുടെ പ്രസ് മീറ്റിംഗിന് സമയം ഞാൻ പോണു. മനസ്സി
ഇതിപ്പോ തിരക്കിട്ട് ചിറ്റിയോട് പറഞ്ഞ് പ്രശ്നമാക്കരുത്. പറയേണ്ടതൊക്കെ അപ്പൊ പറയുന്നല്ലേ നല്ലത്. കൺഗ്രാറ്റുലേഷൻ മാഡം. താങ്ക് യു വെരി മച്ച്. ഡിസിപ്ലിൻ പ്ലീസ്. എക്സ്ക്യൂസ് മീ മാം, മാഡത്തിന്റെ അടുത്ത ആൽബത്തിന്റെ കോമ്പോസിഷൻ തുടങ്ങിയോ? അതിനെക്കുറിച്ച് ഡോണ്ട് കോൾ ഇറ്റ് എൻ ആൽബം. ആളുകൾ പിന്നെയും ഉപയോഗിച്ച് ക്ലീഷ ആക്കിയ ഒരു വാക്കാണത്. ഐ കോൾ ഇറ്റ് മൈ കോൺസെപ്റ്റ്, മൈ പെർഫോമൻസ്. ഫൈനൽ റൗണ്ടിൽ എത്തിയ സ്ഥിതിക്ക് ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഫൈനലിൽ പങ്കെടുക്കും. ആൻഡ് ദിസ് വിൽ ബി ഇൻ മൈ ലൈഫ്സ് മോസ്റ്റ് ആംബിഷ്യസ് പ്രോഗ്രാം. ഇത് എന്റെ മകൾ മാനസി കൊറിയോഗ്രാഫ് ചെയ്യും. ഇവൾ സംഗീത, പിന്നെ എന്റെ ജ്യേഷ്ഠന്റെ മകൻ വിജയ്. ഇവരായിരിക്കും ലീഡ് പെർഫോമൻസ്. മാഡം, ഇതൊരു പുതിയ തീരുമാനം. ഇൻഫാക്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതെന്താണെന്ന് മാഡത്തിന് മാത്രമേ അറിയാവൂ. താങ്ക് യു. ഇറ്റ് വിൽ ബി ഓൺ എ ന്യൂ തീം, ഈക്വാലിറ്റി, സ്ത്രീ പുരുഷ സമത്വം. ലെറ്റ് us say sort of അർദ്ധനാരീശ്വര myth. അതൊരു പഴയ നമ്പർ അല്ലേ മാഡം? കുമാരസംഭവം മുതൽ ഇങ്ങോട്ട്. നോ. ഇപ്പോഴത്തെ സർക്കംസ്റ്റാൻസസിൽ ഏറ്റവും പ്രസക്തമായ തീം. പുരുഷ മേധാവിത്വത്തെ കുറിച്ച് വേണ്ടത്ര റിയലൈസ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ഒരു ആവറേജ് സ്ത്രീക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. എന്റെ പേഴ്സണൽ ലൈഫിൽ പോലും. മാഡം, യെസ്, ഇഫ് ഐ മേ ആസ്ക്, മാഡത്തിന്റെ പേഴ്സണൽ ലൈഫ് കുറച്ച് പ്രശ്നമായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. പ്രശ്നമായിരുന്നെന്നോ? ഇറ്റ് വാസ് എ ടോട്ടൽ ഡിസാസ്റ്റർ. ഒരു പുരുഷൻ, none other than my husband, ruined me. 18ാമത്തെ വയസ്സിൽ ലോകം എന്താണെന്ന് തിരിച്ചറിയാൻ പക്വതയില്ലാത്ത കാലത്ത് ഞാൻ പടിയിറങ്ങി പോന്നതായിരുന്നു അയാളുടെ കൂടെ. പുച്ഛിച്ചു, പരിഹസിച്ചു. He was ridiculing me all along. സഹിക്കാൻ വയ്യാതായപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും. എന്നെയും 2 കൊച്ചു പെൺകുട്ടികളെയും തനിച്ചാക്കിയിട്ട് ആ മനുഷ്യൻ ഇറങ്ങിപ്പോയി. അന്ന് മുതൽ എനിക്ക് വാശിയായിരുന്നു. ജയിക്കാനുള്ള വാശിയല്ല, ഇനി ഒരിക്കലും തോൽക്കാതിരിക്കാനുള്ള വാശി. എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ഈ പെർഫോമൻസുകളാണ്. ഇതിനെ അലങ്കോലപ്പെടുത്താൻ ഞാൻ ആരെയും ഒരിക്കലും അനുവദിക്കില്ല. വാശിയാണ്, വേണമെങ്കിൽ പകയാണെന്ന് തന്നെ കൂട്ടിക്കോ. എന്റെ ഭർത്താവിനോട് എനിക്ക് ചെയ്യാവുന്ന പ്രതികാരം.